5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഒരു പദ്ധതി പ്രോജക്റ്റ് വിജയിച്ചാൽ 1000 അപ്പന്മാരാണ് അതിൻ്റെ പിതൃത്വം. എല്ലാവരും പറയും ഞങ്ങളാണ് ചെയ്തത്, ഞങ്ങളുടേതാണ്. എന്തെങ്കിലും പരാജയം വന്നു പോയാൽ എല്ലാവരും ഈ ശത്രുക്കളെ തേടും, ആ പരാജയപ്പെടുത്തിയവരെ തേടും, ആ വിഷയത്തെ തേടും. ഇപ്പോൾ ഇവിടെ മലപ്പുറം കൂരിയാട് ആദ്യം വിള്ളൽ കണ്ടു, കോഴിക്കോട് അടുത്ത റോഡിന് വിള്ളൽ വരുന്നു, അത് കഴിഞ്ഞ് പിന്നെ കണ്ണൂരിൽ വരുന്നു. അങ്ങനെ ദേശീയപാതയുടെ വിവിധ സ്ഥലങ്ങളിൽ പൊട്ടലും ചീറ്റലും ബഹളവും എല്ലാം ഉണ്ടാകുന്നു. അപ്പോൾ ഇതുവരെ നമ്മുടെ മുഖ്യമന്ത്രിയും മരുമോനും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ദേശീയപാത നമ്മുടെ വിഴിഞ്ഞം പദ്ധതി കഴിഞ്ഞാൽ, ഗെയിൽ പദ്ധതി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട അഭിമാനപരമായ പ്രോജക്റ്റാണ് ദേശീയപാത എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പൊട്ടലും ചീറ്റലും വിള്ളലും ഒക്കെ വന്നപ്പോൾ പറഞ്ഞു അയ്യോ ഇത് ഞങ്ങളതല്ല, ആ മുതൽ ഇക്ഷ വരെ ഗഡ്കരിക്കുള്ളതാണ്, മോഡിക്കുള്ളതാണ്, അത് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ്, ഞങ്ങൾക്കിതിൽ ഒരു പങ്കുമില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഗഡ്കരിയോട് ആരോ ചോദിച്ചപ്പോൾ ഗഡ്കരി പറഞ്ഞു ആ മുതൽ ഇക്ഷ വരെ ഞങ്ങളത് തന്നെ, പക്ഷേ തായ് വിള്ളയും തള്ളെന്നുള്ള 2 വാക്ക് ഞങ്ങൾക്കുള്ളതല്ല, 2 അക്ഷരം, അത് ഞങ്ങൾ കേരളത്തിന് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇതെല്ലാം ഉണ്ടായതിനു ശേഷവും നമ്മുടെ മരുമോൻ മന്ത്രി വന്ന് പറയുന്നു റീൽസ് ഇടും, തുടരും, പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതലകളൊക്കെ ചെയ്യും, റീൽസ് എന്തായാലും ഇടും, ഇതിലൊന്നും ഒരു ദുഃഖമില്ല, ഇതൊന്നും ഒരു പ്രശ്നമില്ല എന്നുള്ള നിലയിലാണ്. എന്താണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത്? അതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങൾ എന്താണ്? നമ്മളൊരു പദ്ധതി തയ്യാറാക്കുമ്പോൾ റോഡ് നിർമ്മാണം തന്നെ എടുക്കാം, NH നിർമ്മാണം തന്നെ എടുക്കാം. ഏറ്റവും ആദ്യമായി അതിനൊരു പ്രോജക്റ്റിന് ഇപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ രാജ്യത്ത് എവിടെയെങ്കിലും ഒരു NH നിർമ്മാണത്തിനുള്ള ഒരു കൺസെപ്റ്റ് വരും, ഒരു ഐഡിയ വരും. ആദ്യം അവിടെ ഒരു സർവേ നടക്കും. സർവേ നടത്തിയതിന് ശേഷം ആളുകളെ ഒഴിപ്പിക്കുന്നതും അവിടുത്തെ സ്ഥാവര ജംഗവസ്തുക്കൾ എത്ര മാറ്റേണ്ടെന്നുള്ളൊരു കാൽക്കുലേഷൻ വരും. ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും, അവർക്ക് നോട്ടീസ് കൊടുക്കണം, അവരെ ഒഴിവാക്കണം, പിന്നെ കെട്ടിടങ്ങൾ ഇടിക്കണം, മറ്റ് അസറ്റുകളെല്ലാം എടുത്തു മാറ്റണം. ഇങ്ങനെ ഒരുപാട് പ്രോസസ്സുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് DPR തയ്യാറാക്കലാണ്. DPR തയ്യാറാക്കി ഞാൻ ഈ പറഞ്ഞതുപോലെ അതിന് നല്ല രീതിയിൽ ഒരു ടെക്നിക്കലായിട്ടുള്ള DPR വേണ്ടി വരും, അല്ലാതെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. ഇതെല്ലാം തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുക്കും. അപ്പോൾ ആദ്യം നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഭരണാനുമതിയാണ്, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനാണ്. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ തന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തെന്താണ്, ടെക്നിക്കൽ സാങ്ഷൻ ഉണ്ട്, ടെക്നിക്കൽ ബിഡ് ഓപ്പണിംഗ് എന്നൊക്കെ പറയുന്ന പ്രോസസ്സ് ഉണ്ട്, ടെക്നിക്കൽ സാങ്ഷൻ ഉണ്ട്. ടെക്നിക്കലി ഇത് ഫീസിബിൾ ആണോ, ഇതിൻ്റെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, പരിസ്ഥിതി ആഘാത പഠനം നടത്തിയിട്ടുണ്ടോ, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്തിയിട്ടുണ്ടോ, സാമൂഹ്യ ആഘാത പഠനം നടത്തിയിട്ടുണ്ടോ, അവിടെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇവ കാര്യങ്ങളെല്ലാം നോക്കി ഒരു ടെക്നിക്കൽ ഫീസിബിലിറ്റി നോക്കും. അത് നോക്കുന്നത് ടെക്നിക്കൽ കമ്മിറ്റിയാണ്. അത് ഓരോ തലത്തിലും ഓരോ പ്രോജക്റ്റിൻ്റെയും എമൗണ്ട് അനുസരിച്ച്, വലിപ്പമനുസരിച്ച്, പദ്ധതികളുടെ പ്രോജക്റ്റിൻ്റെ രൂപമനുസരിച്ച് അതിൻ്റെ കമ്മിറ്റിയുടെ ഈ അനുവാദം കൊടുക്കുന്ന ടെക്നിക്കൽ കമ്മിറ്റിയുടെ അംഗങ്ങളുടെ എണ്ണവും പദവിയും ഹൈറാർക്കിയും ഒക്കെ വ്യത്യസ്തമായിരിക്കും. വലിയ പ്രോജക്റ്റുകളാണെങ്കിൽ വലിയ കമ്മിറ്റികളായിരിക്കും, പ്രധാനപ്പെട്ട കമ്മിറ്റികളായിരിക്കും അതിന് കൊടുക്കേണ്ടി വരിക, ഉയർന്ന ഉദ്യോഗസ്ഥരായിരിക്കും അതിന് അനുവാദം കൊടുക്കേണ്ടി വരിക, ചെറിയ വർക്കിന് ചെറിയ തലത്തിലായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെ ടെക്നിക്കൽ സാങ്ഷൻ ഉണ്ട്. ടെക്നിക്കൽ സാങ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫിനാൻഷ്യൽ സാങ്ഷൻ ഉണ്ട്, അതിൻ്റെ സാമ്പത്തികമായ ഒരു സാങ്ഷൻ കൂടി കൊടുക്കേണ്ടി വരും. ഇത്രയും കൊടുത്തു കഴിഞ്ഞാണ് വർക്ക് അവാർഡ് ചെയ്യുക എന്ന് പറയുന്നത്, വർക്ക് തുടങ്ങുന്നത്. നമ്മുടെ നാട്ടിലെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ടെക്നിക്കൽ ഫീസിബിലിറ്റിയൊക്കെ നോക്കുന്നിടത്ത് വലിയ പ്രശ്നമാണ്. ടെക്നിക്കലായിട്ടുള്ള സാങ്ഷൻ കൊടുക്കുന്നിടത്തൊക്കെ അതത്ര ക്ലാരിറ്റിയോട് കൂടിയൊന്നും അല്ല ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ലോകത്ത് ഒരുപാട് വലിയ കമ്പനികൾ ഇപ്പോൾ പ്രോജക്റ്റ് എടുക്കും. ഈ പ്രോജക്റ്റ് എടുത്തിരിക്കുന്ന കമ്പനിയും കർണാടകത്തിലൊരു വലിയ കമ്പനിയാണ്. അപ്പോൾ വലിയ കമ്പനികൾ പ്രോജക്റ്റ് എടുത്തിട്ട് അവർ സബ്ലെറ്റ് ചെയ്യും, വർക്ക് ഡിവൈഡ് ചെയ്തിട്ട് സബ്ലെറ്റ് ചെയ്യും. ഈ സബ്ലെറ്റ് ചെയ്യുന്നിടത്താണ് ഈ അപകടങ്ങൾ കയറി എല്ലാം വരുന്നത്. സബ്ലെറ്റ് ചെയ്ത് അവസാനം എന്ത് സംഭവിക്കും? നമ്മുടെ നാട്ടിലെ സാധാരണ തൊഴിലാളികളും ഇതിനകത്ത് എക്സ്പെർട്ടൈസ് ഉള്ളവരും എക്സ്പെർട്ടൈസ് ഇല്ലാത്തവരും ഒക്കെ തന്നെയാണ് ചെയ്യുന്നത്. സർക്കാർ സെമിനാറിൽ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥർ, യാതൊരു കഴിവില്ലാത്തവർ ഒക്കെ തന്നെയാണ് അവസാനം ഈ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ജപ്പാൻ കൂടെയുള്ള പദ്ധതിയിൽ ഇതാ സംഭവിച്ചത്. ടോക്കിയോ എഞ്ചിനീയറിംഗ് കമ്പനി, ജപ്പാനിലിരിക്കുന്ന ടോക്കിയോ എഞ്ചിനീയറിംഗ് കമ്പനിയാണ് ജപ്പാൻ കൂടെയുള്ള പദ്ധതി പ്രോജക്റ്റ് എടുത്തത്. അവരെന്ത് ചെയ്തു? അത് സപ്ലൈറ്റ് ചെയ്തു ലോകത്തിലെ വിവിധ രാജ്യങ്ങൾക്ക്. ബോംബെയിലെ ടാറ്റ കൺസൾട്ടൻസിയും ബോംബെയിലെ മറ്റ് ഏജൻസികളും അതെടുത്തു, അവർ സപ്ലൈറ്റ് ചെയ്തു. അത് പിന്നെ കേരളത്തിലെ പല ഏജൻസികളെടുത്തു, അവർ വീണ്ടും സപ്ലൈറ്റ് ചെയ്ത് അവസാനം ചെയ്തതാരാ? വാട്ടർ അതോറിറ്റിയിലെ റിട്ടയർഡായ എഞ്ചിനീയർമാരും അവിടെ കോൺട്രാക്റ്റിൽ വർക്ക് ചെയ്തിരുന്നവരും ഫുൾ ടൈമായിട്ടും അതിനകത്തുള്ളവർ രഹസ്യമായി പാർട്ട് ടൈമായിട്ടും പല രൂപത്തിലുമൊക്കെ സപ്പോർട്ട് ചെയ്താണ് ഇവിടെ പ്രോജക്റ്റ് നടന്നത്. ഇതിൻ്റെ കുഴപ്പമുണ്ട് ഇവിടെ. അപ്പോൾ സപ്ലൈറ്റ് ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ശ്രീ സുരേഷ് ഗോപിയും വി മുരളീധരനും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് DPR മാറ്റിയെന്നാണ് 3 പ്രാവശ്യം. അങ്ങനെ DPR ഒക്കെ ആർക്ക് വേണ്ടി മാറ്റി? പല സ്ഥലങ്ങളിലും ഇത് സംഭവിക്കും. ഇപ്പോൾ തിരുവനന്തപുരം ബാലരാമപുരം ജംഗ്ഷൻ അവിടെ റോഡ് വളരെ വലിയ കൺജഷനാണ്. പക്ഷേ ഇതുവരെ നമുക്ക് നൂത്തെടുക്കാൻ പറ്റിയിട്ടില്ല. എന്താണ് തടസ്സം? അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റോഡ് വള്ളിച്ചൽ വരെ വെടിച്ചങ്കോല് വരെ നന്നാക്കിയിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തോട്ട് ഇത് ശരിയാവുന്നില്ല. ബാലരാമപുരത്ത് എത്തുമ്പോൾ റോഡ് സോഡാ കുപ്പിയുടെ കഴുത്ത് പോലാകും. പോത്തങ്കോട്, തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്ത് നിന്ന് വന്ന് പോത്തങ്കോട് എത്തുമ്പോൾ റോഡ് കുപ്പിക്കഴുത്താവും. ഒരു 2 കിലോമീറ്റർ കഴിയുമ്പോൾ റോഡിൻ്റെ വീതി കൂടും.
ആരാണിത് തടസ്സപ്പെടുത്തുന്നത്? അപ്പോൾ DPR ഒക്കെ തയ്യാറാക്കുമ്പോൾ ആരാധനാലയങ്ങൾ, പള്ളികൾ, അതുപോലെ വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സമ്പന്നർ, ചില ജാതിമത സംഘടനകൾ, ചില രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകൾ, ഇവർക്ക് വേണ്ടിയിട്ടൊക്കെ റോഡിൻ്റെ അലൈൻമെൻറ്റ് മാറ്റും. പിന്നെ ചില സ്ഥലത്ത് മാറ്റുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ നാഷണൽ ഹൈവേക്ക് വരുമ്പോൾ അതിൻ്റെ അടുത്ത് റിയൽ എസ്റ്റേറ്റ് ലോബികൾ വസ്തുക്കൾ വാങ്ങിക്കൂട്ടും. അവർക്ക് വേണ്ടിയും റോഡിൻ്റെ അലൈൻമെൻ്റ് ഒക്കെ മാറ്റാറുണ്ട്. അപ്പോൾ റോഡിൻ്റെ അലൈൻമെൻറ്റ് മാറ്റുക, DPR തിരുത്തുക, സബ്ലെറ്റ് ചെയ്യുക, ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ ഈ റോഡ് പണിയിലുണ്ട്, നാഷണൽ ഹൈവേയിലുണ്ട്, നാഷണൽ ഹൈവേ പണിയിലുമുണ്ട്. അതുകൊണ്ട് ഇതെന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പരിശോധിക്കേണ്ടതാണ്. വിശദമായ ടെക്നിക്കൽ പരിശോധന നടക്കുമെന്ന് ഗഡ്കരി പറഞ്ഞിട്ടുണ്ട്. IIT ആളുകളെ അതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് പ്രോജക്റ്റുകൾ, മറ്റ് കാര്യങ്ങൾ കൂടി, ഘടകങ്ങൾ കൂടി പരിശോധിക്കപ്പെടുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. പിന്നെ അങ്ങനെ നമുക്ക് വിചാരിക്കാം. തീർച്ചയായിട്ടും എന്തായാലും ഇനിയെങ്കിലും, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ വിട്ടുപോയൊരു കാര്യം, സോയിലിൻ്റെ ഒരു സ്റ്റഡിയുണ്ട്, ഒരു മണ്ണിനെക്കുറിച്ചുള്ളൊരു പഠനമുണ്ട്. സോയിലിൻ്റെ, മണ്ണിൻ്റെ, പിന്നെ വെള്ളത്തിൻ്റെ ഇൻഫിൽട്രേഷൻ റേറ്റ് ഉണ്ട്, പിന്നെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഇറോഷൻ്റെ കണ്ടീഷൻ നോക്കണം, അതിൻ്റെ സ്റ്റെബിലിറ്റി നോക്കണം, ഡെപ്ത് ടു റോക്ക് എന്ന് പറയുന്ന സംവിധാനമുണ്ട്. കുറേ കാര്യങ്ങൾ സോയിലുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ടെസ്റ്റും വളരെ പ്രധാനമാണ്. അതനുസരിച്ചാണ് പൈലിംഗ് എത്ര മീറ്റർ വേണം, എത്ര മീറ്റർ ഹൈറ്റിലേക്ക് പണിയാം, എന്തെല്ലാം സ്റ്റെബിലിറ്റി മെഷേഴ്സ് എടുക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത് സോയിലിൻ്റെ ഒരു തിക്നെസ്സും അതിൻ്റെ ലൂസിനെസ്സും എല്ലാം നോക്കിയിട്ടാണ്. ഇതൊക്കെ കറക്റ്റായിട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ പരിശോധിച്ച് കുറ്റക്കാരെ തിരുത്തേണ്ടതാണ്. ഞാൻ വീണ്ടും ISROയിൽ ഒരു മുൻ ചെയർമാൻ ഒരിക്കൽ പറയുകയുണ്ടായി, ഈ ഞങ്ങൾ അയക്കുന്ന സാറ്റലൈറ്റുകൾ കൃത്യമായി ഭ്രമണപഥത്തിലെത്തിയാൽ അതിൻ്റെ ക്രെഡിറ്റ് എല്ലാവർക്കും കൂടി ഉള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ കുറവ് വന്നാൽ അത് എനിക്ക് മാത്രമുള്ളതാണെന്ന് പറയുന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരു സംസ്കാരമുണ്ട് ഇവിടെ. ഇപ്പോൾ കുഴപ്പം വന്നപ്പോൾ എല്ലാവരും കൈയഴിയുന്നതാണ് കാണുന്നത്. നന്നായി വന്നപ്പോൾ ഞാനുമുണ്ട് മച്ചമ്പി, എൻ്റേതാണെന്ന് പറയാനുള്ളൊരു ആവേശവും എല്ലാവർക്കും ഉണ്ട്.